തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, സാധാരണ കൊച്ചിയിലാണ് ഈ പാപ്പാഞ്ഞിയൊക്കെ കത്തിക്കുക. ഇത്തവണ തിരുവനന്തപുരം കാലം ആഘോഷം, അതായത് ഈ പുതുവത്സരം അങ്ങ് കളറാക്കി കളഞ്ഞു. എങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ തിരുവനന്തപുരത്ത്? ഷീജ, ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും പ്രധാനം തിരുവനന്തപുരവും ആഘോഷ രാവായിരുന്നു ഇന്നലെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, കോവളം, അതുപോലെ തന്നെ വർക്കല തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രാഫ്റ്റ് വില്ലേജിൽ സാധാരണ രീതിയിൽ എല്ലാ വർഷങ്ങളിലും ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. ആ ന്യൂ ഇയർ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് കൊച്ചിയിലെ അതേ രീതിയിൽ തന്നെ ഒരു പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ന്യൂ ഇയറിലേക്ക് കടന്നിരിക്കുന്നത്. എല്ലാ ദോഷങ്ങളും, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറുന്ന രീതിയിൽ അതിനെ അഗ്നിക്ക് ഇരയാക്കിക്കൊണ്ട് പുതിയ വർഷത്തെ വരവേൽക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലൊരു സിമ്പൽ എന്ന രീതിയിലാണ് പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ആഘോഷ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ വലിയ സംഗീത നിശയൊക്കെയാണ് വിവിധ സ്ഥലങ്ങളിലായി ഒരുക്കിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തിൽ കനകക്കുന്ന് കനകക്കുന്ന് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക ആഘോഷ പരിപാടികൾ ഒക്കെയും ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെയാണ് ഈ കോവളത്തും അതുപോലെ തന്നെ വർക്കലയിലും ബീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നടന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആഘോഷ പരിപാടികളും കഴിഞ്ഞ ഈ ന്യൂ ഇയർ രാവിൽ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. നിരവധി പേരാണ് ഇതിൽ പങ്കെടുത്തത്. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. അത് പ്രധാനമായും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് പ്രധാനമായും നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യമുള്ളത്, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്ത് തന്നെയായാലും ന്യൂ ഇയർ എല്ലാവർക്കും നല്ലത് വരുന്ന ഒരു കാലം കൂടി ഈ വരുന്ന 2026 എല്ലാവർക്കും നല്ലത് വരുന്ന ഒരു കാര്യം ആകട്ടെ എന്ന ആശംസയാണ് എല്ലാവരും പരസ്പരം ആശംസിച്ചുകൊണ്ടാണ് ന്യൂ ഇയറിലേക്ക് കടന്നത്. അതിനുശേഷം ഈ സംഗീത രാവുകൾ അത് തുടർന്നു പോയി എന്നതാണ്. എന്ത് തന്നെയായാലും 12 മണി വരെ വലിയൊരു 12 മണിക്ക് ശേഷം ന്യൂ ഇയറിലേക്ക് കടന്ന ആ ഒരു അവസരത്തിൽ വലിയൊരു ആഘോഷമായി തന്നെ തിരുവനന്തപുരത്തുള്ള ആളുകളും അത് ആഘോഷത്തിൻ്റെ ഒരു വലിയ രാവായി തന്നെ മാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനിയുള്ള ദിവസങ്ങൾ നന്മയുണ്ടാവട്ടെ, ഏറ്റവും കൂടുതൽ നന്മയുള്ള വർഷമായി മാറട്ടെ എന്ന ആശംസകളാണ് പരസ്പരം എല്ലാവരും കൈമാറിയത്. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ എന്നത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. രജിത്ത്, ഞാൻ ഒരു വെപ്രാളത്തിൽ ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിട്ടുപോയി. ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. ഒപ്പം തന്നെ ചോദിക്കുകയാണ്, എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഈ ആഘോഷം അങ്ങ് അതിര് കടക്കുമ്പോൾ. ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു തയ്യാറെടുപ്പുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസുകാരെ സുരക്ഷയ്ക്കായി നഗരത്തിലും മറ്റ് ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയായി വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നൂറുകണക്കിന് പോലീസുകാരെയും ഈ ഭാഗങ്ങളിലൊക്കെ വിന്യസിച്ചിരുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത ഒരു ന്യൂ ഇയറായി മാറി എന്നത് ഏറെ ആശ്വാസകരമാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന 2026 എല്ലാവർക്കും നന്മയുണ്ടാകുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.